നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരനാണെന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്ന അവിടെ ഇരിക്കെ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. അതൊന്നും എൻ്റെ അടുത്ത് ഏശില്ല കേട്ടോ. നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത്. അതാദ്യം മനസ്സിലാക്കണം. ഈ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാണല്ലോ നിങ്ങൾ കരുതുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാണം? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ ചൊരിയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിക്കാത്തത്? എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത്? നിങ്ങളിങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന്? നിങ്ങളോടല്ല, അവിടെ നിന്നവരോടാണ് ചോദ്യം. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു, അവിടെ വന്നിരിക്കാൻ പറയുന്നു. നിങ്ങളുടെ വാക്കിന് വല്ല വിലയുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത്? നിങ്ങളൊരു നിലയെടുക്കുക, മറ്റുള്ളവരെ പറഞ്ഞു വിടുക, അതല്ലേ ഉണ്ടാകുന്നത്? നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത്? നല്ല വാചകത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ തീർത്തും പോകുന്നാണോ കരുതുന്നത്? ആ ധാരണ വേണ്ട. അത്തരമൊരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട. സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലായിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും. അത് മനസ്സിലാക്കിയാൽ മതി.